എല്ലാവർക്കും AS ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെക്റ്റർ ഇൻ്റഗ്രേഷനിലെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ വെക്റ്റർ ഇൻ്റഗ്രേഷനിലെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് നോക്കിയത്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ലിമിറ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കും. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ ലിമിറ്റ് ഇല്ല, നോർമലായിട്ട് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇത് വെക്റ്റർ ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് വെക്റ്ററിൻ്റെ ടേമിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇവാലുവേറ്റ് ദ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇൻ്റഗ്രൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ്റഗ്രൽ 5i + 4tj dt എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലിമിറ്റ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്ത് ഇൻ്റഗ്രലാണ്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇതിൽ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിലും ലിമിറ്റ് ഇല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ കോപ്പി ചെയ്യുക. ഇൻ്റഗ്രൽ 5i + 4tj dt = ഇവിടെ നമുക്ക് എന്താണ്, അഡീഷനാണ് വരുന്നത്. അപ്പോൾ അതായത് ഈ അഡീഷൻ റൂളിൽ 2 ടേം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത ശേഷം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ടേമാണ് നിലവിലുള്ളത്, 2 ടേമാണ് നിലവിലുള്ളത്. സോ ഓരോ ടേമിനെ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് ടേമിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാലോ. ഇൻ്റഗ്രൽ 5i ആണ് ഫസ്റ്റ് ടേം, അതുപോലെ എഴുതി 5i. നമുക്കിവിടെ dt-നാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് dt എന്ന് കൊടുക്കുക. അടുത്ത സെൻട്രൽ സൈനോടെ പ്ലസ് ആണ്, സോ പ്ലസ് എടുത്തു. അടുത്ത സെക്കൻഡ് ടൈം എടുക്കുക. സെക്കൻഡ് ടൈം എന്താണ്, ഇൻ്റഗ്രൽ 40. സെക്കൻഡ് ടൈം 40 ആയതുകൊണ്ട് 40 dtj. dt-ക്കാണ് നമ്മൾ t-ക്കാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, സോ dt എന്നും കൂടെ കൊടുക്കുക. സെക്കൻഡ് ടൈം ആയതുകൊണ്ട് j അതുപോലെ എഴുതി. ആണല്ലോ. ഇവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ തൊട്ട് മുമ്പ് വീട്ടിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ 2 ടൈം ഉള്ളത് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈമിൽ തന്നെ കോൺസ്റ്റൻ്റ് ഉണ്ട്. കോൺസ്റ്റൻ്റ് ഏതാണ്, 5 ആയതുകൊണ്ട് കോൺസ്റ്റൻ്റ് ഇൻ്റഗ്രേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 5-നെ ഔട്ട് സൈഡ് എടുക്കാം. 5-നെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇൻ്റഗ്രേഷൻ എന്ത് മാത്രമേ ഉള്ളൂ, dt i. ആണല്ലോ. പ്ലസ് അതുപോലെ എഴുതി. ഇവിടെ സെക്കൻഡ് ടൈമിൽ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, 4 ആണ്. സോ 4-നെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി ഇൻ്റഗ്രേഷൻ്റെ അകത്ത് t dt അതുപോലെ എഴുതുക, ജെയും അതുപോലെ എഴുതുക. വെക്റ്റർ ആയതുകൊണ്ട് ഐയും ജെയും അതുപോലെ തന്നെ എഴുതി പോവുക. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഇൻ്റഗ്രൽ dt ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ dt എന്താണ്, t തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് 5 അതുപോലെ എഴുതി. ഇൻ്റഗ്രൽ dt t ആണ്, ആൻസർ കിട്ടി. 5t i അതുപോലെ എഴുതുക. പ്ലസ് 4 ഇൻ്റഗ്രൽ t dt. ഇൻ്റഗ്രൽ t dt എന്താണ്, t²/2 ആണ്. ഇൻ്റഗ്രൽ t dt എന്ന് പറയുന്നത് t²/2 ആണ്. നിങ്ങൾ നോർമലി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. കഴിഞ്ഞ വീട്ടിൽ ഇപ്പോൾ ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏത് ഫോർമുലയാണ്, ഇൻ്റഗ്രൽ x⁻n dx വരികയാണെങ്കിൽ x⁻n+1/n+1 ആ ഫോർമുല അനുസരിച്ചാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ t വരുമ്പോഴത്തേക്ക് എന്താണ്, t²/2 ആണ്. ജെ അതുപോലെ എഴുതി. ഇനി ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക. 5ti പ്ലസ് അടുത്ത് നമുക്ക് നോക്കിയോ. ഇവിടെ 4 ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്റർ 2 ആണ്. നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. 4/2 എന്താണ്, 2 ആണ്. 2t² j. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വരികയാണെങ്കിൽ പ്ലസ് കോൺസ്റ്റൻ്റ് എന്നും കൂടെ കൊടുക്കുക. ആണല്ലോ. ഇൻ്റഗ്രേഷൻ ചെയ്ത ശേഷം c എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് കൊടുത്താൽ മതി. ഇത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ലിമിറ്റ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട, സിമ്പിളാണ്. വെറുതെ നോർമലായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലാസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാല്യൂവേറ്റ് ദ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ et, e⁻t, e⁻−t, 3t² dt ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ വെക്റ്റർ ഇൻ്റഗ്രേഷൻ്റെ പ്രോബ്ലമാണ്. പക്ഷേ ഇവിടെ ijk ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എടുക്കേണ്ട രീതി എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമിനെ i ആയിട്ട് എടുക്കുക, സെക്കൻഡ് ടൈമിനെ j ആയിട്ട് എടുക്കുക, തേർഡ് ടൈമിനെ k ആയിട്ട് എടുക്കുക. ആണല്ലോ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ijk പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു ഓർഡറിലാണ് നിങ്ങൾ എടുക്കേണ്ടത്. നമുക്ക് എടുത്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇൻ്റഗ്രൽ e⁻t അതുപോലെ എഴുതി. ഫസ്റ്റ് ടൈമിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, ഐയുടെ ടൈമാണ്, സോ i എഴുതുക. പ്ലസ് സെക്കൻഡ് ടൈം എടുക്കുക. സെക്കൻഡ് ടൈം ഏതാണ്, e⁻−t. സെക്കൻഡ് ടൈമിൻ്റെ കൂടെ j ഇടുക. പ്ലസ് 3t² അതുപോലെ എഴുതുക. തേർഡ് ടൈം ആയതുകൊണ്ട് k ചേർത്ത് എഴുതുക. അപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ ടൈംസിനൊക്കെ കോപ്പി ചെയ്തു, പക്ഷേ എല്ലാത്തിലും ijk കൂടെ എഴുതിയിട്ടുണ്ട്. ആണല്ലോ. ഇതൊക്കെ നമ്മൾ പ്ലസ് ഇട്ട് വേണം ചെയ്യേണ്ടത്. dt = ഇനി നമുക്കിവിടെ എത്ര ടൈമാണ് നിലവിൽ കാണുന്നത്, 3 ടൈമാണ്. 3 ടൈം ആഡാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യുക, ഓരോ ടൈമിനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രൽ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ആണല്ലോ. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഓരോ ടൈമിന് എന്ത് ചെയ്യുക, ഇൻ്റഗ്രേഷൻ സിമ്പിൾ കൊടുക്കുക. ഫസ്റ്റ് ടൈമിന് ഇൻ്റഗ്രേഷൻ സിമ്പിൾ കൊടുക്കാം. ഇൻ്റഗ്രൽ ഫസ്റ്റ് ടൈം ഏതാണ്, e⁻t dt-ക്കാണ് നമ്മൾ ചെയ്യുന്നത്. സോ dt i എഴുതി. പ്ലസ് സെക്കൻഡ് ടൈം എടുക്കുക. ഇൻ്റഗ്രൽ
e⁻⁻t പ്ലസ് തേർഡ് ടേം ഏതാണ് ഇൻ്റഗ്രൽ 3t² dt വേറെ ഒന്നല്ല. ഈ 3 ടേമിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റഗ്രേഷൻ സിമ്പൽ കൊടുത്തു. ഓക്കെ ആണല്ലോ, അതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. e⁻t ഇൻ്റഗ്രേഷൻ എന്ത് തന്നെയാണ്, e⁻t തന്നെയാണ്. ഓക്കെ, ഐ ഉള്ളത് കൊണ്ട് ഐ അതുപോലെ എഴുതുക. പ്ലസ് അടുത്ത ഇൻ്റഗ്രേഷൻ എന്താണ്, e⁻t ആണ് അല്ലേ. അപ്പോൾ e⁻t വന്നു കഴിഞ്ഞാൽ e⁻t തന്നെയാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ e⁻t വന്നു കഴിഞ്ഞാൽ e⁻t തന്നെയാണ്. പക്ഷേ ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഇവിടെ -2 വരികയാണെങ്കിൽ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഡിഫറൻസിയേഷനൊക്കെ -2 കൊണ്ട് അങ്ങനെ ഇൻറ്റു ആണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ്റഗ്രേഷൻ വരുമ്പോൾ ഡിവൈഡ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ജെ അതുപോലെ എഴുതുക. പ്ലസ് ഇവിടെ നോക്കി ഈ ഇൻ്റഗ്രേഷനിൽ 3 കോൺസ്റ്റൻ്റ് ഉണ്ട്. സോ കോൺസ്റ്റൻ്റ് ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ 3 ഔട്ട്സൈഡ് എടുത്തു, ബാക്കിയൊക്കെ നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ അകത്ത് എഴുതുക, t² dt. അടുത്ത സ്റ്റെപ്പിൽ ഫസ്റ്റ് ടൈം അതുപോലെ തന്നെ എഴുതി e⁻ti മൈനസ്. ഓക്കെ, ഇവിടെ മൈനസ് എങ്ങനെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -1 ആണ് താഴെ വരുന്നത്. സോ ഞാൻ പ്ലസ്സും മൈനസ് വന്നു കഴിഞ്ഞാൽ മൈനസ് ആണ്, അതാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് മൈനസ്. അടുത്ത സെക്കൻഡ് ടൈം അതുപോലെ എഴുതി e⁻⁻tj പ്ലസ് അടുത്ത 3 എന്ത് ചെയ്യുകയാണ്, ഔട്ട്സൈഡ് ഉണ്ട്. അടുത്ത ഇൻ്റൽ t² dt ആണ്. ഇൻ്റൽ t² dt എന്താണ്, t³ ആണ്. ഓക്കെ ആണല്ലോ, കെ അതുപോലെ എഴുതി. ഇനി ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഫസ്റ്റും സെക്കൻഡ് ടൈം അതുപോലെ തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. e⁻ti മൈനസ് e⁻−tj പ്ലസ്. ഓക്കെ, ഇവിടെ നോക്കി ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ 3 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി എന്താണ് കിട്ടുന്നത്, t³ ആണ്. ഓക്കെ, ഇത്രയാണ് ഇൻ്റഗ്രേഷൻ വരുന്നത്. സോ ഈ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് ലാസ്റ്റ് ഫൈനലി ഒരു സിയും കൂടെ ആഡ് ചെയ്യുക, ഒരു കോൺസ്റ്റൻറ്റും കൂടെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ cos t, sin t dt ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയും നിങ്ങൾ എന്താണ്, ഇവിടെ i j k ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഫസ്റ്റ് എഴുതി. അപ്പോൾ ഫസ്റ്റ് ഇവിടെ 2 ടൈമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്, ഫസ്റ്റ് ടൈം i ആയിട്ട് എടുക്കുക, സെക്കൻഡ് ടൈം j ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ ഫസ്റ്റ് ടൈമിന് ഇവിടെ i ചേർക്കുക, cos t i പ്ലസ് ഇട്ടാണ് ചെയ്യുന്നത്. അടുത്ത ടൈം ഏതാണ്, sin t, സെക്കൻഡ് ടൈം ആയതുകൊണ്ട് j. ഓക്കെ, ഇവിടെ തേർഡ് ടൈം ഇല്ലാത്തത് കൊണ്ട് കെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതിയത് എങ്ങനെയാണ്, ഇൻ്റഗ്രൽ cos t i പ്ലസ് sin t j. ഏതിനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, dt-ക്കാണ്. സോ dt പുറത്ത് എഴുതുക. ഓക്കെ, ഇവിടെ 2 ടൈമാണ് വരുന്നത്, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻ്റഗ്രൽ ഫസ്റ്റ് ടൈം ഏതാണ്, cos t dt i പ്ലസ് സെക്കൻഡ് ടൈം ഏതാണ്, sin t, dt-ക്കാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ dt എന്ന് കൊടുക്കുക, പിന്നെ j കൊടുക്കുക. ഓക്കെ, വേറെ ഒന്നും നമ്മൾ തൊട്ടുമ്പോൾ ചെയ്തതുപോലെ തന്നെയാണ്. 2 ടൈം വരികയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഇൻ്റഗ്രൽ cos t എന്താണ്, ഇൻ്റഗ്രൽ cos t dt എന്ന് പറയുന്നത് sin t ആണ്. cos t dt നമ്മൾ ഡിഫറൻസിയേഷനാണ് -sin t വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇൻ്റഗ്രൽ cos t dt ആണ്. സോ എന്താണ് ആൻസർ, എന്താണ്, sin t ആണ്. ഓക്കെ, i അതുപോലെ കൊടുക്കുക. പ്ലസ് ഇൻ്റഗ്രൽ sin t dt ആണ്. ഇൻ്റഗ്രൽ sin t dt എന്താണ്, -cos t ആണ്. കാരണം ഇത് ഇൻ്റഗ്രേഷനാണ്. നമ്മുടെ ഡിഫറൻസിയേഷൻ്റെ sin t എന്താണ്, cos t ആണ്. പക്ഷേ ഇവിടെ ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് -cos t j അതുപോലെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം. sin t i, അടുത്ത് പ്ലസും മൈനസും വരികയാണെങ്കിൽ മൈനസ് തന്നെയാണ് കൊടുക്കേണ്ടത്. പ്ലസ് മൈനസ് എന്താകും, മൈനസ്. ഓക്കെ, ബാക്കിയുള്ള ടൈം ഏതാണ്, cos t j പ്ലസ്. ഓക്കെ, ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ്, ഇത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് നമുക്കൊരു കോൺസ്റ്റൻറ്റ് എഴുതുക, പ്ലസ് ചെയ്യുന്നു കൂടെ വരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോംവർക്കാണ്. സോ നിങ്ങൾ ഈ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത ശേഷം ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ തൊട്ടുമുമ്പ് ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. സോ സാധാരണ നോർമലായിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്ത ശേഷം ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുക, ലാസ്റ്റ് ഫൈനലായിട്ട് സി എന്ന് ആഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ, താങ്ക് യു.